എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ FC-യുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നു. എന്തായാലും അപ്ഡേറ്റുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനലിൽ നിന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് യുവാൻ ഫെറാൻഡോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, യുവാൻ ഫെറാൻഡോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യുവാൻ ഫെറാൻഡോയെ കോച്ചായിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന കാര്യത്തിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇത് കേട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശരിക്കും നിരാശരായി. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൂടുതൽ പേരും പറയുന്നത്, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നല്ലൊരു ടീം ഉള്ളതുകൊണ്ടാണ് യുവാൻ ഫെറാൻഡോ അവരെ കിരീടത്തിലേക്ക് എത്തിച്ചതെന്നാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കഴിവ്, അതായത് പ്രത്യേകിച്ചൊരു ലോവർ ടീമിനെയൊക്കെ ടോപ്പിലേക്ക് എത്തിക്കാനുള്ള കഴിവൊന്നുമില്ലെന്ന് പല ആരാധകരും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു നിരാശ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് യുവാൻ ഫെറാൻഡോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നില്ല, അതൊരു ഫേക്ക് റൂമർ മാത്രമാണെന്നാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് AFC കപ്പ് ചാമ്പ്യന്മാരെ സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സിൻ്റെ സൂപ്പർ താരം ഏഞ്ചൽ ടോറസ് ഒഡീഷ FC സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഒഡീഷ FC-യിൽ സൈൻ ചെയ്യുമെന്ന തരത്തിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ, സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു സ്റ്റാറ്റാണ്. പ്രത്യേകിച്ച് A ലീഗിൽ അദ്ദേഹം 13 ഗോളും ഏതാണ്ട് 3 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ AFC കപ്പിലും മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്, ഏതാണ്ട് 2 ഗോളും 4 അസിസ്റ്റും. ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിലും ഒരു സ്ലൈറ്റ് ചാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ല ലെഫ്റ്റ് വിങ്ങർ ഉണ്ട്, അതായത് നോവാ സദയുണ്ട്. അഡ്രിയാൻ ലൂണെ നടത്തുവാണെങ്കിൽ നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, ഡയമണ്ട് കോച്ചിനെ നിലനിർത്തുവാണെങ്കിൽ ഒരു മേജർ സെൻറ്റർ ഫോർവേഡ്, ഒരുപക്ഷെ ഒരു റൈറ്റ് വിങ്ങറുണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. നമുക്ക് ഏഞ്ചൽ ടോറസിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ട്രാൻസ്ഫർ മൂവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പൈസ വേണം, അതാണ് പ്രശ്നം. കാരണം അഡ്രിയാൻ ലൂണ, ഡയമണ്ട് കോസ്, അതുപോലെ നോവാ സദോയ്, ഇവർ 3 പേരോട് ഒന്നിച്ച് വരുമ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് നിക്കർ ഉറപ്പാണ്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. എന്തായാലും സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതായത് ക്വാമി പെപ്രയും അതുപോലെ അഡ്രിയാൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റിട്ടൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എനിക്ക് രണ്ടും സന്തോഷം നൽകുന്ന ഒന്നല്ല. അഡ്രിയാൻ ലൂണ എനിക്ക് വളരെയധികം സന്തോഷമായി അദ്ദേഹത്തെ റിട്ടൈൻ ചെയ്യും എന്ന് കേട്ടപ്പോൾ. ബട്ട് ക്വാമി പെപ്രയുടെ കാര്യം എനിക്ക് അത്രത്തോളം താല്പര്യമില്ല. കാരണം നമുക്കറിയാം ക്വാമി പെപ്ര ഒരു കറക്റ്റ് സെൻറ്റർ ഫോർവേഡാണ്, ആ ഒരു പൊസിഷനിൽ നിന്ന് മാത്രം കളിക്കുന്നൊരു പ്ലെയറാണ്. അതിന് പകരം ഫെഡോറിനെ റിട്ടൈൻ ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം റൈറ്റ് വിങ്ങിൽ കളിക്കും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കും, അതുപോലെ തന്നെ ഫിനിഷറായിട്ട് കളിക്കും. സോ അത്രയധികം ഓപ്ഷൻസ് നൽകുന്നൊരു പ്ലെയറാണ് ഫെഡോർ. സോ ഫെഡോറിനെ നിലനിർത്തുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ നമ്മുടെ ഫെഡോറിനെ ടീമിലേക്ക് എടുത്തില്ലെങ്കിൽ അതിനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ലിത്വാനിയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. സോ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയുടെ ഇടയിൽ ISL മാച്ചുകളൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. സോ അത് മുന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഫെഡോറിനെ വേണ്ടാന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വയ്ക്കും. ISL ലെവൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ താരം തന്നെയാണ് ഫെഡോർ ചേർന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫെഡോറിനെ നിലനിർത്തണോ അല്ലെങ്കിൽ ക്വാമി പെപ്രയെ നിലനിർത്തണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ പെപ്രയുടെയും അതുപോലെ ചെർണിയുടെ സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹം ISL, അതായത് ക്വാമി പെപ്ര ISL 12 മാച്ച് കളിച്ചിട്ടുണ്ട്, അതിൽ 2 ഗോളും 1 അസിസ്റ്റുമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇപ്പുറത്ത് ചെർണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം 3 ഗോളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട്. സോ കുറഞ്ഞ മാച്ചസിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഫെഡോറാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രോസ് ഡയമൻഡക്കോസിന് ഒരു പുതിയൊരു കോൺട്രാക്റ്റ്, അതായത് നേരത്തെ ഒരു കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിരുന്നു. അതിന് പകരം അത് റിവൈസ് ചെയ്ത് മറ്റൊരു കോൺട്രാക്റ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുകയാണ്. കുറച്ചുകൂടെ നല്ലൊരു കോൺട്രാക്റ്റ് നൽകിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മുടെ ഡയമൻഡക്കോസ് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എനിക്കൊന്ന് ഫാൻസിൻ്റെ ആ ഒരു അത്ര വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഫാൻസ് ഇടപെട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അഡ്രിയാൻ ലൂണയും ഡയമൻഡക്കോസിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഈസിയായിട്ട് വിട്ട് കളഞ്ഞിരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു നല്ല തീരുമാനമാണ്. ഒരു റിവൈസ്ഡ് കോൺട്രാക്റ്റ് ഇപ്പോൾ ഡയമൻഡക്കോസ് നൽകിയിട്ടുണ്ട്. പിന്നെ പ്രീതം കോട്ടാൽ, പ്രബീർ ദാസ്, ഇവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇനി 1 വർഷത്തെ കോൺട്രാക്റ്റ് കൂടി ബാക്കിയുണ്ട്. സോ അവർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ വർഷം കൂടി നിലനിൽക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും ടീമിൽ നിന്ന് മാറ്റി അതിന് പകരം നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരണമെന്നാണ്. പ്രത്യേകിച്ചും പ്രബീർ ദാസിനെ മാറ്റി മറ്റൊരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമുക്ക് സെൻട്രൽ ബാക്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് കുറച്ച് കുറവാണ്. സോ പ്രീതം നിന്നാലും വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.